അവർ സകലതും മറന്നിട്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു എന്താണ് ഈ സ്ട്രേഞ്ചേഴ്സ് ഒത്തുകൂടുന്നതിൽ ഇത്രമാത്രം ഹാപ്പിനെസ് എന്ന് ആലോചിച്ചു. അപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമ്മൾ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കമ്പനി അടിക്കുമ്പോൾ നമ്മളിപ്പോൾ ആദ്യമായിട്ട് പെരുമാറുമ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും നല്ല വശമാണ് തന്നെ കാണിക്കുന്നത്, താനും എൻ്റെ ഏറ്റവും നല്ല വശമാണ്. നമ്മൾ ഒരു പ്രണയത്തിലാവുമ്പോഴും അങ്ങനെ തന്നെയുള്ളൂ, ആദ്യത്തെ നല്ല വശങ്ങൾ കാണിക്കില്ല. അതുപോലെയാണ്. എന്നാൽ കൂടുതൽ അടുക്കും തോറും നമ്മൾ മനുഷ്യനെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തക്കോടും യഥാർത്ഥ സ്വഭാവങ്ങളൊക്കെ വെളിയും. അപ്പം നമുക്ക് ആ ബന്ധത്തിൻ്റെ ഭംഗി പോകും. ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെ വലുതായി ഈ പറയുന്ന ആഴത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഉണ്ടാവുന്ന ആ 2 ദിവസമെങ്കിൽ എല്ലാവരും നല്ലവരാണ്, അവരവൻ്റെ ഏറ്റവും ബെസ്റ്റ് മൊമെൻറ്റ്സ് കാണിച്ച്. ചിലവർ ആ ബന്ധം തുടർന്നു പോവുകയും ചേർന്ന് പോകുന്നെങ്കിൽ ചേർന്ന് പോവുകയും കൂട്ടുകാരായിട്ടും ഫ്രണ്ട്ഷിപ്പും ഒക്കെ തുടർന്നു പോവുകയും ചെയ്യും. എന്നാൽ പക്ഷേ അതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്മൾ കോളേജിൽ പോകുന്ന ആദ്യത്തെ 3 ദിവസം പോലെയാണ്. നമുക്ക് എല്ലാം കൗതുകവും, എല്ലാ ആളുകളും സ്ട്രേഞ്ചേഴ്സും, എല്ലാവരും നല്ലവരും, ആരുടെയും കുറ്റവും ഇല്ല കുറവില്ല. അതാണ് ഈ ക്യാമ്പിംഗ് എന്ന് പറയുന്നത്. ആ ക്യാമ്പിങ്ങിൻ്റെ പശ്ചാത്തലമൊക്കെ അതിൽ ആ ക്യാമ്പ് നടത്തുന്ന ആളാണ് ഞാൻ.